ഒരു സിനിമയിലെ കോമഡി മറ്റൊരു സിനിമയിൽ കോപ്പി അടിച്ചതിനെക്കുറിച്ചുള്ള 2 എപ്പിസോഡും ഒരു നടൻ അയാളുടെ തന്നെ കോമഡി മറ്റൊരു സിനിമയിൽ അവതരിപ്പിച്ചതിനെക്കുറിച്ചുള്ള ഒരു എപ്പിസോഡും നാം ചെയ്തിരുന്നു. എഴുത്തുകാരൻ സിനിമയുണ്ടാക്കുന്നത് അയാൾ കണ്ടതും കേട്ടതുമായ ജീവിതങ്ങളിൽ നിന്നുമാകാം. എന്നാൽ ചിലർ ചില രംഗങ്ങൾ ഉണ്ടാക്കുന്നത് അവർ കണ്ട സിനിമകളിൽ നിന്നുമാണ്. ഇന്ന് നാം സംസാരിക്കുന്നത് 1982 റിലീസ് ചെയ്ത ചിരിയോ ചിരി എന്ന സിനിമയും ആ സിനിമയിലെ രംഗങ്ങൾ പിന്നീട് മലയാള സിനിമകളിൽ കോപ്പി അടിച്ചതിനെ കുറിച്ചുമാണ്. നമ്മൾ ഈ നഗരത്തിലെ ഏറ്റവും വലിയ ഹോട്ടലിൽ നിന്ന് ഏറ്റവും നല്ല ആഹാരം കഴിക്കും. ഈ രംഗം കാണുമ്പോൾ ഓർമ്മ വരിക 1990 ജയറാം, ശ്രീനിവാസൻ എന്നിവർ അഭിനയിച്ച നഗരങ്ങളിൽ ചെന്ന് രാപ്പാർക്കാം എന്ന സിനിമയിലെ രംഗമാണ്. രഞ്ജിത്താണ് ആ രംഗം എഴുതിയത്. എന്താണത്? മനുഷ്യനെ കഴിക്കാൻ വെച്ചിരിക്കുന്ന ആഹാരത്തിൽ എന്താണെന്ന് എന്തിന് പതുക്കിയാക്കണം? 4 പേര് അറിയട്ടോ? ഇതെന്താ സാറേ തുണിമണിയില്ലാതെ നിൽക്കുന്നത്? സ്റ്റേഷനിലേക്ക് ഇനി ഇവിടുന്ന് പുറത്തിറങ്ങി പോകുന്നതിലും ഭേദം ഓടുന്ന പോലെ ട്രെയിനിന്റെ മുമ്പിൽ ചാടി ആത്മഹത്യയാണ്. ശരി, ഇമാതിരി വേണ്ടാത്ത കാര്യങ്ങൾക്കൊന്നും പോകരുത്. ഇതുപോലെ തന്നെ പോലീസ് സംശയിച്ച് പിടിക്കപ്പെടുന്നതും പോലീസുകാരനെ ഇമോഷണൽ ആക്കുന്ന രംഗവും നഗരങ്ങളിൽ ചെന്ന് രാപ്പാർക്കാം എന്ന സിനിമയിൽ. നിന്റെ മുഖം കണ്ടല്ലറിയ ഒരു ക്രിമിനലാണെന്ന്. ഞാൻ ഇന്നലെ അവരെ സ്വന്തം നാട്ടിലേക്ക് കൊണ്ടുപോവായിരുന്നു. ട്രെയിൻ ലേറ്റ് ആയതുകൊണ്ട് ഭക്ഷണം മേടിക്കാൻ ഞാനൊന്ന് പോയപ്പോഴാണ്. എന്നിട്ട് എന്തുകൊണ്ട് അയാൾ എന്നോട് പറഞ്ഞില്ല? നീ എന്റെ പെങ്ങളെ ഗർഭിണിയാക്കിയില്ലേ? എന്നെ ഗർഭിണിയാക്കിയില്ലേ? അഭിനയിക്കാൻ നിൽക്കുമ്പോ എന്താണത്? നമ്പർ കൊടുക്കണ്ടേ? മലയാളികൾ എന്നെന്നും ഓർത്തിരിക്കുന്ന ഒരു കോമഡി രംഗമാണിത്. 1996 ശ്രീനിവാസൻ എഴുതി അഴകിയ രാവണൻ എന്ന സിനിമയിൽ ഇന്നസെന്റ് അവതരിപ്പിച്ച കോമഡി. അതും ബാലചന്ദ്രമേനോൻ എഴുതിയ ചിരിയോ ചിരിയിൽ നിന്നുമാണ് കോപ്പിയടിച്ചത്. പോലീസുകാർക്ക് എന്താ ഈ വീട്ടിൽ കാര്യം? തോന്നക്കൽ പഞ്ചായത്തിലെ ഓരോ വീടും ഞാൻ അരിച്ചു പറക്കി. കൃഷ്ണൻകുട്ടിയല്ല രാമനായർ. ചേച്ചി അടുത്ത സ്ട്രീറ്റിലാണ് താമസിക്കുന്നത്. അവരുടെ ഭർത്താവ് ദുബായിലാണ്. ചേച്ചി വല്ലപ്പോഴും എന്നെ വിളിക്കും, ഞാൻ ചെല്ലും, അല്ലറ സഹായങ്ങളൊക്കെ ചെയ്തു കൊടുക്കുകയും ചെയ്യും. അവര് വലിയ വീട്ടിലെ പെൺകുട്ടിയായിരുന്നു. ഓട്ടോ വർക്ക്ഷോപ്പിലെ ഒരു സാധാരണ ജോലിക്കാരനുമായി അടുത്തപ്പോ വീട്ടുകാർ നഖശികാന്ത് എതിർത്തു. അവരുടെ വിവാഹം കുറച്ച് പ്രശ്നമുണ്ടാക്കിയെന്നാണ് കേൾവി. അതുകൊണ്ട് അവരുടെ വീട്ടുകാരും അവിടെ സഹകരിക്കത്തില്ല. ചേച്ചി പറഞ്ഞിട്ടുണ്ട്, ഇത്തവണ അവരുടെ ഭർത്താവ് ദുബായിന്റെ നാട്ടിൽ വരുമ്പോഴേ എനിക്കൊരു വിസ ഒപ്പിച്ചേരാമെന്ന്. അവര് ഭർത്താവിനെ ദുബായിലേക്ക് അയച്ചിരിക്കുക. അതുകൊണ്ട് അവരെ നല്ല വൃത്തിയായി നീ ഒന്ന് സോപ്പിടാൻ നോക്ക്. ദുബായ് ആണല്ലോ നിന്റെ സങ്കല്പ രാഷ്ട്രം. നമുക്ക് ഈ മോളെ കാര്യമായിട്ടങ്ങ് സ്നേഹിച്ചാലോ? നമുക്കെന്തായാലും അവരുടെ പ്രീതി സമ്പാദിച്ചാൽ പോരെ. അവരുടെ ഒരു കൊച്ചിനെ നീ കണ്ടിട്ടില്ലേ? അത് തന്നെ അവരുടെ പ്രധാന വീക്ക് പോയിന്റ്. ഗൾഫുകാരന്റെ ഭാര്യയെ പ്രീതിപ്പെടുത്തി ഗൾഫിലേക്ക് പോകാൻ ശ്രമിക്കുന്ന ഒരു നായകനെ ഗാന്ധിനഗർ 2nd സ്ട്രീറ്റിലും കാണാം. 1986 ആ ചിത്രവും എഴുതിയിരിക്കുന്നത് ശ്രീനിവാസനാണ്. അജോയാണ് ഈ വീഡിയോ നിങ്ങൾക്ക് വേണ്ടി സജസ്റ്റ് ചെയ്തത്. ഇതുപോലെ ഒരു സിനിമയിലെ രംഗം മറ്റൊരു സിനിമയിൽ ഉപയോഗിച്ചത് നിങ്ങൾക്കറിയാമെങ്കിൽ അവ കമന്റ് ചെയ്യുമല്ലോ. കാൻമാക്സിന്റെ ടീഷർട്ടുകൾ നിങ്ങൾക്ക് കടക് മെർച്ച് എന്ന സൈറ്റിൽ നിന്നും വാങ്ങാവുന്നതുമാണ്. സോ ഗിവ് അവേയിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ ഈ വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യുക. 1 മാസത്തിന് ശേഷം ലൈവിൽ വിജയികളെ പ്രഖ്യാപിക്കുന്നതാണ്.